വെൽക്കം ടു ജെസ്സിസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ചായക്കട പലഹാരം സുഖിയനാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ 1 കപ്പ്, തേങ്ങ 1 കപ്പ്, ശർക്കര 3 ഉണ്ട, ഏലക്ക ഒരു 6 എണ്ണം. ഞാൻ 6 മണിക്കൂറോളം കുതിർത്ത് വെച്ച ചെറുപയറാണ്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനകത്ത് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് അടച്ച് ഇത് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര അതിലോട്ട് ഇടുക. അത് പാനിയായ ശേഷം വേറൊരു പാനിലേക്ക് അരിച്ചൊഴിക്കുക. ഇതൊന്ന് കുറുകുതോളം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായി കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇതിലോട്ട് ചേർക്കാം. ഇനി ഇത് കുറുകുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇപ്പം വെള്ളമെല്ലാം ഏകദേശം പറ്റി. നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. ഇത് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് ഓൾറെഡി, അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട കാര്യമില്ല. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിലെ വെള്ളം നന്നായി പറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പം വെള്ളം പൂർണ്ണമായിട്ട് പറ്റി ഇത് നല്ല കട്ടിയാവും. അപ്പം നമുക്ക് ഈ പരുവത്തിൽ വരും. ഈ സമയം നമുക്ക് ടേസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഏലക്കായുടെ ഫ്ലേവറും മധുരമൊക്കെ ശരിയാണോ എന്ന് നോക്കുക. ഇടയ്ക്ക് പയറൊന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഇത് ഉരുട്ടുക. ഈ കൂട്ട് നന്നായി ആറിയ ശേഷം നിങ്ങൾ ഉരുട്ടിയെടുക്കുക. എനിക്ക് ആവശ്യത്തിനുള്ള ഉരുളകൾ ഞാൻ ഉരുട്ടിയെടുത്തു. ഇനി ബാക്കി ഞാൻ നാളത്തേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണ്ടിയപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയ ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ, അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്ക ഇത് പൊടിച്ചും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുക. ഇത് നല്ലവണ്ണം സാവധാനത്തിൽ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നല്ലൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം കൂടി വെള്ളം ആഡ് ചെയ്യുക. ഇനി ഉപ്പ് കൂടിപ്പോകാതെയൊക്കെ നോക്കുക. ഇപ്പോൾ ഏകദേശം ഈ പരുവത്തിലുള്ള ബാറ്റർ തയ്യാറാക്കുക. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായി. ഇനി നമുക്ക് ഈ ഉരുളകൾ ബാറ്ററിലോട്ട് മുക്കി വറുത്തെടുക്കാം. ഈ ഉരുളകൾ ഇടുമ്പോൾ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കുക. ബാറ്റർ നല്ല തിക്കല്ലെങ്കിൽ ഈ ഉരുളകളിലോട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുകയില്ല. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ചൂട് ഒത്തിരി കൂടിപ്പോയാൽ കരിഞ്ഞു പോകും, കുറഞ്ഞാൽ എണ്ണ കുടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം മൂത്ത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി. ഞാൻ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കോക്കനട്ട് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കും. ടിഷ്യൂ പേപ്പർ സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണെങ്കിൽ എക്സസ് ഓയിൽ അത് അബ്സോർബ് ചെയ്തോളും. ഈ ഉരുളകളിലെല്ലാം ബാറ്റർ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പൊട്ടിപ്പോയിട്ടുമില്ല. ഇനി സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചായക്കട പലഹാരം സുഖിയൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ?